ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല മികവിൻ്റെ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്. ടെക്നിക്കലായിട്ടും പ്രൊഫഷണലായിട്ടുള്ള പല വിദ്യാഭ്യാസങ്ങളാണ് ഇന്ന് എല്ലാവർക്കും നല്ല വരുമാനമുള്ള സാലറിയുള്ള ജോലി ഫെച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് 4 ക്യാമ്പസുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ബക്കറ്റ് ലിസ്റ്റിലത്തെ നമ്പർ 1 എന്ന് പറയുന്നത് NIRF റാങ്കിങ്ങിൽ നമ്പർ 1 ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടോപ്പ് മോസ്റ്റ് റാങ്ക് 1ാം റാങ്ക് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. നിങ്ങൾക്കറിയാം 1907 മെയ് 29 ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ആ ഒരു വ്യവസായ വിപ്ലവത്തിൻ്റെ നേതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഗവൺമെൻറ്റിന് ശാസ്ത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് 200 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സ്ഥാപിതമായത്. അന്നുള്ള ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മോറിസ് ട്രാവേഴ്സ് എന്നായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ആദ്യ ഡയറക്ടർ. ഇന്ത്യക്കാരനായിട്ടുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സർ CV രാമനാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ 45 കോഴ്സുകളാണുള്ളത്. ഈ 45 കോഴ്സുകൾ എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2010 വരെ റിസർച്ച് സെൻറ്റർ മാത്രമായിരുന്നു. റിസർച്ചിന് വേണ്ടി ആളുകൾ പോകുന്നത് IISc ബാംഗ്ലൂർ ആയിരുന്നു. പക്ഷെ 2010 ശേഷം അവിടെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സുകൾ, അതുപോലെ തന്നെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളെല്ലാം വന്നു. അങ്ങനെ PhD പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനോടൊപ്പം തന്നെ അണ്ടർ ഗ്രാജുവേഷനും PGയും ആഡായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റി. ഇന്ന് നിങ്ങൾ സയൻസ് അടിസ്ഥാനമാക്കി പോവുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു സ്ഥാപനം, റിസർച്ചിന് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിറ്റി കൂടിയാണ് നമ്മളുടെ ഒരു മിനി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും കൂടിയായിട്ടുള്ള നമ്മളുടെ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് കൂടി നമ്മൾ ബാംഗ്ലൂരിനെ പറയും അല്ലേ. ഇനി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ 2ാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലത്തെ മദ്രാസിൽ ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ആദ്യത്തെ ഒരു CM ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അണ്ണാദുരൈ എന്ന് പറയുന്ന ഒരു CM. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് പേര് വരാൻ കാരണം. ഈ യൂണിവേഴ്സിറ്റി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 200 ഏക്കറുള്ള ഒരു വലിയൊരു ക്യാമ്പസാണ്. മാത്രമല്ല 4 യൂണിവേഴ്സിറ്റികളിനെ മിക്സ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CEG, അതേപോലെ തന്നെ അളഗപ്പ കോളേജ് ഓഫ് ടെക്നോളജി, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്, ഈ 4 ക്യാമ്പസുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവരുടെ ഗിണ്ടി ക്യാമ്പസ് കൊണ്ടുവന്നത്. അപ്പം അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു 6 മാസം സെമസ്റ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ സ്റ്റഡി ഹോളിഡേയ്സും പരീക്ഷയും എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കൃത്യം ടൈമിന് വരും. നേരെ മറിച്ച് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ പലതും എന്താണ്, റിസൾട്ട് വരാനുള്ള ഒരു ഡിലേ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. അതാണ് അണ്ണാ യൂണിവേഴ്സിറ്റികളിനെ മറ്റുള്ള യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ അത് അൺമാച്ച് ക്വാളിറ്റി കൊണ്ടുവരാനുള്ള കാരണം. ഏകദേശം അന്ന് ഒരു 10-700 എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ അതിൻ്റെ കീഴിലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറിയിട്ട് ഒരു 450-500 എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിലാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും അവരുടെ സ്റ്റാൻഡേർഡ് നിലവാരം എന്ന് പറയുന്നത് നല്ല നിലവാരത്തിലുള്ള പല കോളേജുകൾ ഇന്ന് ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുണ്ട്. അതിന് ഉദാഹരണമാണ് കോയമ്പത്തൂരിലുള്ള PSG എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. അതേപോലെ തന്നെ നമ്മൾ ഈറോഡ് ഭാഗത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊങ്കു എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, ശിവകാശി ഭാഗത്ത് അതേപോലെ തന്നെ നമുക്കറിയാം അന്ന് കാലത്ത് ജർമ്മനിയിലുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ പൗഡർ മെറ്റലർജി വെച്ചിട്ടാണ് പടക്കമൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. അത് റിലേറ്റഡ് ആയിട്ടുള്ള മെപ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജ് ഉണ്ട്. മെപ്കോ സ്ലിംഗ് കോളേജ് എന്നാണ് പറയുക. മെപ്കോ എന്ന് പറഞ്ഞ ഫുൾ ഫോമാണ് മെറ്റൽ പൗഡർ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ നല്ല നിലവാരം പുലർത്തുന്ന പല നല്ല കോളേജുകളും അവിടെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട് എന്നുള്ളതാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇനി ബക്കറ്റ് ലിസ്റ്റിലെ മൂന്നാമത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള കൊച്ചിൻ സർവകലാശാലയാണ്. കൊച്ചിൻ സർവകലാശാലയ്ക്ക് 150 ഏക്കറാണുള്ളത്. 1971 തൃക്കാക്കരയിലാണ് ഈ ക്യാമ്പസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അവർക്ക് കുട്ടനാട് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിലെ ലേക്ക് ഷോർ ക്യാമ്പസ് ഉണ്ട്. കുട്ടനാട് ക്യാമ്പസ് എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. അപ്പൊ ഇവിടെ അതെ വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോണിക്സ് എന്ന് പറയുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. ഈ 5 കൊല്ലത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫോട്ടോണിക്സ് പഠിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അലുമിനിയുടെ സ്ട്രെങ്ത് ആണ്. ജർമ്മനിയിലാണ് ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന ആൾക്കാരെല്ലാവരും പോകുന്നത്. ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും കമ്പനികൾ ഇതെല്ലാം തന്നെ ഉള്ളത് മെയിനായിട്ടും ജർമ്മനി, അതുപോലെ തന്നെ സിംഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. നമ്മുടെ പ്രൊജക്ടർ, ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, ജപ്പാനില് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, കൊറിയ, ഇവിടെയൊക്കെയാണ് മെയിനായിട്ടും ഇവിടെ അലുമിനീസ് എല്ലാം പോകുന്നത്. അപ്പൊ അങ്ങനെ റെയർ ആയിട്ടുള്ള ഫോട്ടോണിക്സ് പോലെയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ തന്നെ കാറ്റ് എക്സാം ഉണ്ട്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് പറയുക. അതുപോലെ DAT എന്നുണ്ട്, DAT ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. നമ്മൾ IISc ബാംഗ്ലൂരിൽ പറഞ്ഞപ്പോൾ അവിടെ നമുക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് എൻട്രൻസ് എക്സാം ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ കിട്ടുക. അവിടെ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഈ ഇവര് NTA-കാർക്ക് വിട്ടേക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാറ്റ്, DAT പോലെയുള്ള എക്സാം ആണ് കുസാറ്റിലുള്ളത്. ഇനി പുരാതനമായിട്ടുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലത്തെ അവസാനത്തെയും 4ാമത്തെ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലത്തെ പ്രഗത്ഭമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അങ്ങ് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്തില് നമുക്ക് ആന്ധ്ര യൂണിവേഴ്സിറ്റിയാണ്. 1926 200 ഏക്കറുള്ള വണ്ടൻ ക്യാമ്പസ് ആണ്. ഇവിടെയും ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള റെയർ ആയിട്ടുള്ള പല കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം അംഗീകാരം കിട്ടിയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലത്തെ പ്രമുഖമായിട്ടുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയാണ് ഈ ആന്ധ്ര യൂണിവേഴ്സിറ്റി. വിശാഖപട്ടണം നമുക്കറിയാം പോർട്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുക. അവിടെ ഞാൻ ഒരു പ്രാവശ്യം കാറിൽ ഒറീസയിലേക്ക് പോകുന്ന സമയത്ത് കിലോമീറ്ററുകളോളം കാറ് പോയത് 2 ഭാഗത്തും കണ്ടെയ്നറുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കാണ്. എന്താ ഈ സ്ഥലത്ത് ഇങ്ങനെയെന്ന് നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഞാൻ അതിന് പേര് മാറ്റിയിട്ടു, കണ്ടെയ്നർ സിറ്റി ഓഫ് ഇന്ത്യ എന്ന്. കാരണം ഒരു ഭാഗത്തു നിന്ന് അങ്ങേയറ്റം വരെ ഈ ഹൈവേയിൽ നമ്മൾ പോകുമ്പോ റോഡിന്റെ 2 ഭാഗത്തും കണ്ടെയ്നർ ഇങ്ങനെ അടക്കിയിട്ടേക്ക. അപ്പൊ കടൽ മാർഗത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രെച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വിശാഖപട്ടണത്തിലാണ്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. എങ്കിൽ പോലും അത്രയധികം സ്ട്രെച്ച് എൻ്റെ യാത്രകളിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അവിടെയാണ് ഈ ആന്ധ്ര യൂണിവേഴ്സിറ്റി. അവിടെ വളരെ നല്ല കോഴ്സുകളുണ്ട്. ഓഷ്യനോഗ്രാഫി, മെറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സുകളൊക്കെയും കടൽ തീരത്ത് തന്നെയല്ലേ പഠിക്കാനായിട്ട് പറ്റാം. അപ്പൊ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ AndraUniversity.edu.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളെ കുറിച്ച് അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്പർ 1 IISc ബാംഗ്ലൂർ, നമ്പർ 2 അണ്ണാ യൂണിവേഴ്സിറ്റി, നമ്പർ 3 നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, നമ്പർ 4 എന്ന് പറയുന്നത് നമ്മളുടെ ആന്ധ്ര യൂണിവേഴ്സിറ്റി. മാത്രമൊന്നല്ല, IITs ഒക്കെ ഉണ്ട്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും ഈ ഒരു ക്യാമ്പസുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്കറിയാം NITs ഉണ്ട്, അതുപോലെ തന്നെ IITs ഉണ്ട്. IITs വരുന്നത് എവിടെയാ? IIT എന്ന് പറയുന്നത് മദ്രാസിലുണ്ട്. അതേപോലെ IIT എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെയാ? പാലക്കാട് വാളയാറിലുണ്ട്. അതുപോലെ തന്നെ IIT എന്ന് പറയുന്നത് പണ്ട് ഈ ആന്ധ്രക്കാര് ലഡു കഴിക്കുന്ന തിരുപ്പതി ഉണ്ട്. തിരുപ്പതിയിലും IITയുടെ പുതിയ ക്യാമ്പസ് വന്നു. അതേപോലെ NIT നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോടുണ്ട്. അതുപോലെ നമുക്ക് വാറങ്കൽ, സൂറത്കൽ എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും NIT ഉണ്ട്. പോണ്ടിച്ചേരിയിൽ NIT ഉണ്ട്. അപ്പൊ ക്യാമ്പസുകളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കുക, പോണ്ടിച്ചേരിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ എന്താണ് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെറുകര എന്ന് പറയുന്നത് മലപ്പുറത്തുണ്ട്. കേന്ദ്ര യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലുണ്ട്. ക്യാമ്പസുകളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു 4 ക്യാമ്പസ് എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗെത്ത് ക്യാമ്പസ് ആണ് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാനായിട്ട് നല്ല ക്യാമ്പസ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. അജൽ, ബൈ.